ഇനി പോകാം നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലമ്പുഴ മണ്ഡലത്തിലെ കുടുംബ പഞ്ചായത്തിലെ താമസക്കാരനായ ഉല്ലാസിന് പാലക്കാട്ടും വോട്ട് ചെയ്യാം. പാലക്കാട്ടിന്റെ പുതിയ വോട്ടർ പട്ടികയിലാണ് മലമ്പുഴയിലെ മേൽവിലാസത്തിൽ ഉല്ലാസിന് വോട്ടർ ID അനുവദിച്ചു നൽകിയിരിക്കുന്നത്. എന്നാൽ തനിക്കിതുവരെ ID കാർഡ് ലഭിച്ചിട്ടില്ല എന്നാണ് ഉല്ലാസ് പറയുന്നത്. തനിക്ക് ലഭിച്ചിട്ടില്ലാത്ത ID വോട്ടർ പട്ടികയിൽ എങ്ങനെ സ്ഥലം നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിലും ബാംഗ്ലൂരിലും സ്ഥിരതാമസക്കാരനായ തനിക്ക് ഡൽഹിയിലാണ് വോട്ടെന്ന് ഉല്ലാസ് തന്നെ പറയുമ്പോൾ ഉല്ലാസിന്റെ പേരിൽ ആരാണ് വ്യാജ IDയും വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും ചേർത്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് വോട്ടർ പട്ടികയ്ക്ക് അപേക്ഷ നൽകിയിരുന്നെങ്കിലും ID കാർഡ് തനിക്ക് ലഭിച്ചില്ലെന്നും അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചില്ലെന്നുമാണ് ഉല്ലാസ് വിശദീകരിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിലുള്ള മലമ്പുഴയിൽ പോലും സ്ഥിരതാമസമില്ലാത്ത ഡൽഹിയിലും ബാംഗ്ലൂരിലും സ്ഥിരതാമസമുള്ള ഉല്ലാസിന്റെ പേരിൽ പോലും മലമ്പുഴയിൽ വ്യാജ IDയും വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും ചേർത്തിരിക്കുന്നു എന്നതാണ് ഞങ്ങൾ കണ്ടെത്തിയത്. റിപ്പോർട്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടികയാണിത്. ഇതിൽ 1144 നമ്പറായി ഇടം പിടിച്ചിരിക്കുന്നത് ഉല്ലാസ് R എന്ന് പറയുന്ന വോട്ടറാണ്. അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ, പള്ളത്ത് ഹൗസ്. ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിൽപ്പെട്ട ഒരാളും അഡ്രസ്സും മേൽവിലാസവും ഒക്കെയാണ്. അത് നമ്മളത് അന്വേഷിച്ചു, കൊടുമ്പ് പഞ്ചായത്തിലേക്ക് എത്തി. അവിടെ ഈ പറയുന്ന ഉല്ലാസിനെ നമുക്കൊന്ന് നേരിട്ട് കാണാം. ആ വീട്ടു പരിസരത്തേക്ക് പോയി അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ വോട്ടർ പട്ടിക മാറ്റുന്നതിന് അപേക്ഷ നൽകിയിരുന്നോ, ഇവിടുത്തെ ഈ മലമ്പുഴയിൽ വോട്ടുണ്ടായിരുന്നോ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഉല്ലാസിനോട് തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇതാണ് പള്ളത്ത് ഹൗസ്. റിപ്പോർട്ട് ടിവിയാണ്. ഇലക്ഷൻ്റെ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഇവിടെ തന്നെയാണോ താമസം? ഇവിടെ തന്നെയാണോ? പഞ്ചായത്ത് കുടുംബ പഞ്ചായത്ത് അല്ലേ? ഇവിടുത്തെ പഞ്ചായത്ത് എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അല്ല, ഇത് ഏത് പഞ്ചായത്താണ്? ഞാൻ താമസിക്കുന്നത് മറ്റേ എവിടെയാ? ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ താമസം. ചേട്ടന് വോട്ടൊക്കെ എവിടെയാ വരുന്നത്? വോട്ട് ഞാൻ ചെയ്തില്ല. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ട്രാൻസ്ഫറിംഗ് കൂടെ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായില്ല. ഡൽഹിയിൽ നിന്ന് ആയിരുന്നു എൻ്റെ വോട്ടർ കാർഡ്. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ആണല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? എവിടത്തേക്കാണ് കൊടുത്തേക്കുന്നത്? കണ്ണാടി പഞ്ചായത്തിലേക്ക്. പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങളുടെ പേര് ചേർത്തിട്ടുണ്ട്. പാലക്കാട് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത ഇലക്ഷൻ ID ചേട്ടൻ്റെ പേരല്ലേ ഉല്ലാസ് R, രാധാകൃഷ്ണൻ, പള്ളത്ത് ഹൗസ്, ഇവിടെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ താമസം ഇവിടെ അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയതാണ് ചോദിക്കുന്നത്. ഞാൻ തറവാട് എവിടെയായിരുന്നു? എവിടെയാണ്? അവിടെ കണ്ണാടി പഞ്ചായത്തിൽ. ഈ അഡ്രസ്സിലാണ് ID കാർഡ് വന്നിരിക്കുന്നത്. പുതിയ ID കാർഡ് പുതിയ ഇലക്ഷൻ ID കാണിക്കുന്ന ഈ പേരിലാണ്. അപ്പോൾ ചേട്ടൻ അപേക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. ID കാർഡ് പുതുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പുതുതായിട്ട് എടുക്കാൻ കൊടുത്തിരുന്നു. ID കാർഡ് ലോങ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. എത്ര നാൾ മുമ്പ് കൊടുത്തത്? കുറേ നാളായി. എത്ര നാളെ വന്നാലും ഓർമ്മയില്ല, കുറേ നാളായി. അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തില്ലായിരുന്നു? കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ വോട്ട് ചെയ്യുന്നില്ല, ചെയ്തിട്ടേ ഇല്ല. അല്ല, കഴിഞ്ഞ ലോക്സഭാ സമയത്തൊന്നും വോട്ട് ചെയ്തിട്ടില്ല. ചേട്ടൻ ഓൾറെഡി വോട്ടില്ല, നിലവിലില്ല. എനിക്ക് വോട്ടില്ല. പുതുക്കാൻ ലോങ് ബാക്ക് കൊടുത്തതാണ്. ഇങ്ങനെ പാലക്കാടിലാണ് വന്നിരിക്കുന്നത്. അത് ഇവിടുത്തെ അഡ്രസ്സാണ് കാണിക്കുന്നത്. ഇവിടുത്തെ അഡ്രസ്സിൽ പാലക്കാട് വരുന്നില്ല. ഇത് മലമ്പുഴ മണ്ഡലത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ചോദിച്ചാൽ മലമ്പുഴ മണ്ഡലം കൊടുമ്പ് പഞ്ചായത്ത്, അത് വേറെ മണ്ഡലമല്ല. അതുകൊണ്ട് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അങ്ങനെ മാറിയോട് ചോദിക്കുന്നത്? അറിയില്ല, ഞാൻ പണ്ട് കുറെ നാൾ മുമ്പ് കൊടുത്താണ് അത്. എന്നിട്ട് ഇതുവരെ കിട്ടിയില്ലായിരുന്നു കാർഡ്? ഇല്ല, കാർഡ് കിട്ടിയിട്ടില്ല. തിരക്കിയില്ലായിരുന്നു? പിന്നെ ഇല്ല. എന്തായാലും അന്വേഷിച്ചില്ല. ഇല്ല. ഇപ്പൊ എവിടെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ വോട്ട് ചെയ്യുന്നില്ല, ഞാൻ പോകുക നാളായിട്ട് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഈ ഒരുപാട് മുമ്പെന്ന് പറയുമ്പോൾ ഏകദേശം ഓർമ്മയുണ്ടോ ഇപ്പോഴാണ് പുതുക്കാൻ ഇത് അപ്ലൈ ചെയ്തതെന്നുള്ള ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് സമയം? ലോക്സഭ ഇലക്ഷനൊക്കെ മുമ്പേ വോട്ട് എന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ ലോക്സഭ ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടില്ല ഇത്തവണ? ഇല്ല. കാർഡ് കിട്ടാത്തതുകൊണ്ടാണോ? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, വോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഇല്ലായിരുന്നു. കാർഡ് കിട്ടിയായിരുന്നു? ഇല്ല, കാർഡില്ല എനിക്ക്. എന്റെ കാർഡ് ഡൽഹിയിലാണ്. ഡൽഹിയിലെ കാർഡാണ്. അപ്പോൾ നാട്ടിലേക്ക് മാറ്റാൻ കൊടുത്തു? നാട്ടിലേക്ക് മാറ്റാൻ കുറെ നാൾ മുമ്പ് കൊടുത്തു. എന്റെ അഡ്രസ് ഒന്നും ഇവിടുത്തെ അല്ല, ബാംഗ്ലൂരും ഡൽഹിയിലേക്ക് അഡ്രസ്. ഇപ്പം എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ച് നാളായിട്ട്. അപ്പോൾ സാധാരണ നമ്മളിപ്പം തറവാട്ടിൽ താമസമുണ്ടോ? തറവാട് എവിടെയായിരുന്നു? തറവാട് കണ്ണാടി പഞ്ചായത്തിലാണ്. അവിടെ പാട് താമസമുണ്ടോ? അവിടെ താമസമുണ്ട്. ആരല്ലേ? അവിടെ ചെറിയച്ചന്മാരും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു, താമസമുണ്ട്. ഈ വോട്ടർ പട്ടിക അപ്ലൈ ചെയ്തപ്പോൾ ഏത് അഡ്രസ്സിലാണ് കൊടുത്തത്? ഓർമ്മയില്ല. 2 years ബാക്കിലെ, 2 years അല്ല, 3, 4, 5 years ബാക്കിലൊക്കെ ആയിരിക്കും ചോദിച്ചാൽ. അതിനേക്കാൾക്ക് മുമ്പ് കൊടുത്തതാ ചേട്ടാ. ഞാൻ പറഞ്ഞത് അതിനേക്കാൾക്ക് മുമ്പ് കുറെ നാൾ മുമ്പ് കൊടുത്തതാണ്. ഓക്കെ, ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം വോട്ട് ഒരു വോട്ട് ചെയ്തിട്ടുള്ളത് ഡൽഹിയിലെ ചെയ്ത് ഇനി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നമ്മളെ വോട്ടിംഗ് എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് അറിഞ്ഞത്. കുറച്ച് ലിസ്റ്റ് നോക്കുമ്പോഴത്തേനും ചില ആൾക്കാർ മലമ്പുഴ മണ്ഡലത്തിലുള്ള പല ആൾക്കാരുടെയും വോട്ട് ഇപ്പുറത്ത് കാണുന്നുണ്ട്. അത് ഈ റീസെന്റ് ആയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ എന്ത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ? നിങ്ങൾ അറിയാതെ പലരും അറിയാതെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ അറിയത്തില്ല, ചില പാർട്ടിക്കാരോ മറ്റാരെയും ചില പറ്റിയാണ്. അപ്പോൾ എന്ത് സംഭവം? നമ്മൾ കൊടുത്തത്
ഓർമ്മ പോലും ഇല്ല. അത് ഞാൻ പറഞ്ഞത് നന്നായി. പറഞ്ഞത് നന്നായി. അല്ലാതെ കഥ ഞാൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അറിയാതെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയണമല്ലോ. അല്ല നിങ്ങളെ ബ്ലെയിം ചെയ്യാനോ നിങ്ങളെങ്ങനെ വ്യാജനായിട്ട് നടക്കുന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ നാട്ടിലില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു എവിടെ ബൂത്ത് നോക്കാനുണ്ട്. പക്ഷേ എന്നാ ഇലക്ഷൻ 20-ാം തീയതി. കാർഡ് വന്നിട്ടില്ല, കയ്യിൽ വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു. ദില്ലിയിൽ വോട്ടറായ ഉല്ലാസുമായിട്ടാണ് ഇപ്പോൾ അല്ലമീൻ സംസാരിച്ചത്. അല്ലമീൻ, കൊടുമ്പ് പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ അപേക്ഷ കൊടുത്തിരുന്നു എന്നാണ് ഉല്ലാസ് പറയുന്നത്. ഉല്ലാസ് കുറെ കാലമായി ഡൽഹിയിൽ വോട്ടറാണ്. പക്ഷേ കൊടുമ്പ് എന്ന് പറയുന്നത് മലമ്പുഴയിലാണല്ലോ. അപ്പോഴെങ്ങനെയാണ് പാലക്കാട്ടെ വോട്ടർ പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേര് വന്നിരിക്കുന്നത്? എന്താണ് പാലക്കാട്ടെ വോട്ടർ പട്ടികയിൽ ഉല്ലാസിന്റെ പേരുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാവുന്ന ഡീറ്റെയിൽസ്? ഇതിപ്പോൾ അല്ലമീൻ അങ്ങോട്ട് പറയുമ്പോഴാണോ ഉല്ലാസ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്? അപ്പോഴാണ് അറിയുന്നത് എന്നുള്ളതാണ് ഉല്ലാസ് പറയുന്നത്, സ്മൃതി. കാരണം നാട്ടിൽ വോട്ടില്ലായിരുന്നു, ഇതുവരെ നാട്ടിൽ വോട്ട് ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ കുറേ കാലമായി ഡൽഹിയിലും ബാംഗ്ലൂരുമാണ് താമസം. ഡൽഹിയിലെ വോട്ടർ കാർഡാണ് കയ്യിലുള്ളത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷ നൽകിയെന്ന് പറയുന്നു. അദ്ദേഹം 2 വർഷമെന്നും 3 വർഷമെന്നും പിന്നീട് അതിനുശേഷം നമ്മളോട് സംസാരിച്ച് മടങ്ങുമ്പോൾ ഫോണിൽ വിളിച്ചിരുന്നു. ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുമ്പേ കൊടുത്തിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹം കൊടുത്തിരുന്നത് സ്വാഭാവികമായും കുടുംബ പഞ്ചായത്തിൽ നിലവിൽ താമസിക്കുന്ന മമ്പറം സ്ഥലത്തെ അഡ്രസ്സായിരിക്കണം. അദ്ദേഹം പറയുന്നത് കണ്ണാടി പഞ്ചായത്ത്, അതായത് പാലക്കാട് മണ്ഡലത്തിൽപ്പെടുന്ന കണ്ണാടി പഞ്ചായത്തിലാണ് തറവാട് വീട്, അവിടെ ബന്ധുക്കളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഉല്ലാസിന് അനുവദിച്ചു വന്നിരിക്കുന്ന അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കാണുന്ന പേരിൽ ID കാർഡിൽ ആ ID നമ്പറിലുള്ള അഡ്രസ്സ് മലമ്പുഴ മണ്ഡലത്തിലെ കുടുംബ പഞ്ചായത്തിലെ അഡ്രസ്സാണ്. അങ്ങനെ കണ്ണാടി പഞ്ചായത്തിൽ ബന്ധുക്കളുണ്ടെങ്കിൽ അവിടുത്തെ അഡ്രസ്സാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ വന്നിരിക്കുന്ന അഡ്രസ്സ് മലമ്പുഴ മണ്ഡലത്തിലെ അഡ്രസ്സാണ്. വോട്ടർ പട്ടികയിൽ പേരിടം നേടിയിരിക്കുന്നത് പാലക്കാടുമാണ്. അദ്ദേഹം പറയുന്നത് മലമ്പുഴ മണ്ഡലത്തിലെയോ പാലക്കാട് മണ്ഡലത്തിലെയോ ഒരു ID കാർഡും തന്റെ പക്കലില്ല. മുൻപെപ്പോഴോ ഏതോ പാർട്ടിക്കാരുടെ കയ്യിലാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷയും അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള വിവരങ്ങളും നൽകിയത് എന്നുള്ളതാണ് ഉല്ലാസ് പറയുന്നത്. അതുപോലും തനിക്ക് കൃത്യമായി ഓർമ്മയില്ലെന്ന് ഉല്ലാസ് പറയുന്നുണ്ട്. BLOമാരാണോ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ BLOമാരല്ല, ഏതോ പാർട്ടിക്കാർ, ഏത് പാർട്ടിക്കാരെന്നും അദ്ദേഹം ഓർക്കുന്നില്ല. ഏതോ പാർട്ടിക്കാർ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് സമീപിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ബന്ധപ്പെട്ടു. അന്നേരം അവർക്ക് വിവരങ്ങൾ നൽകി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ 2 വർഷമോ 3 വർഷമോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത്ര വർഷമായിട്ടും ID കാർഡും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉല്ലാസ് പറയുന്നു. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങൾ അപേക്ഷിച്ചിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യാറുണ്ടല്ലോ. അദ്ദേഹം പറയുന്നു തനിക്ക് അതിന്റെ ആവശ്യം സ്ഥിരം വരാത്ത കൊണ്ട് താൻ അത് ഫോളോ അപ്പ് ചെയ്തിട്ടുമില്ല, എന്തായി എന്ന് അന്വേഷിച്ചിട്ടുമില്ല. അയാൾ തന്റെ പക്കൽ ഡൽഹിയിലെ ഇലക്ഷൻ ID മാത്രമാണ് പക്കലുള്ളത് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ വോട്ടർ പട്ടിക കാണിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ ഫോട്ടോയൊക്കെ എടുത്തു, ആ വോട്ടർ നമ്പറൊക്കെ എടുത്തു, എന്താണ് പറ്റിയെന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് ഇതേപ്പറ്റി ഒരു അറിവുമില്ല, ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് ഉല്ലാസ് പറയുന്നത്. ഉല്ലാസിന്റെ വീട്ടുപരിസരത്ത് തന്നെ മറ്റു 2 വീട്ടുകാരുടെ പേരും മറ്റു 2 ആളുകളുടെ പേരും സമാനമായ രീതിയിൽ തന്നെ ഈ മമ്പറം ഭാഗത്തുള്ള ഒരു 2 വീട്ടുകാരുടെ പേരും സമാനമായ രീതിയിൽ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അവരുടെയൊക്കെ അഡ്രസ്സ് മലമ്പുഴ മണ്ഡലത്തിലെ ഈ പറയുന്ന കുടുംബ പഞ്ചായത്തിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അവരേക്ക് നമ്മൾ അന്വേഷിച്ചെങ്കിലും ഒരു വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, അവിടെ ആളില്ല. ആൾ താമസമുണ്ട്, പക്ഷെ നമ്മൾ പോകുമ്പോൾ ആളില്ലായിരുന്നു. മറ്റൊരു വീട്ടുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അങ്ങനെ നിരവധി പേരാണ് ഇത്തരത്തിൽ അയൽ പഞ്ചായത്തിൽ നിന്ന് പാലക്കാട് പഞ്ചായത്തിലെ പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിലെ മറ്റും ഇടം നേടി. എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ഉല്ലാസ് പറയാൻ തനിക്ക് ഇത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല, തനിക്ക് അറിവില്ല, തന്റെ പേരിലുള്ള ID കാർഡ് തനിക്ക് ലഭിച്ചിട്ടുമില്ല എന്ന് ഉല്ലാസ് പറയുന്നു. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ 3 വർഷം എന്നൊരിക്കൽ പറഞ്ഞു, 2 വർഷം എന്ന് പറഞ്ഞു, പിന്നീട് ഫോണിൽ വിളിച്ചപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലേക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എത്ര വർഷമായിരുന്നാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ID കാർഡ് ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വിശ്വാസയോഗ്യമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉല്ലാസിന്റെ പേരിലുള്ള ID കാർഡ് വെച്ച് ഈ വർഷം അത്രയും മറ്റാരോ വോട്ട് ചെയ്യുന്നുണ്ടാകണം, അല്ലെങ്കിൽ ആ വോട്ടർ ID മറ്റാരുടെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ഉല്ലാസിന്റെ പേര് ഈ റീസെന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയ പാലക്കാട് മണ്ഡലത്തിന്റെ വോട്ടർ പട്ടികയിലാണ് ഇടം നേടിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഇരട്ട വോട്ടുകൾ എല്ലാം ഒരു സമാന സ്വഭാവത്തിലുള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കൊടുമ്പ് പഞ്ചായത്തിൽ നിന്നും കണ്ണാടി പഞ്ചായത്തിലേക്ക് ഒരേ പേരുകൾ വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പാലക്കാടെ തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർമാരുടെ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലെ താമസക്കാരനായ ഉല്ലാസിനാണ് പാലക്കാടും വോട്ടുണ്ടായിരിക്കുന്നത്. പാലക്കാട്ടെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ മലമ്പുഴയിലെ മേൽവിലാസത്തിൽ ഉല്ലാസിന് വോട്ടർ ID അനുവദിച്ചു നൽകിയിരിക്കുകയാണ്. എന്നാൽ തനിക്ക് ഇതുവരെ ID കാർഡ് ലഭിച്ചിട്ടില്ല എന്നാണ് ഉല്ലാസ് നേരത്തെ പറഞ്ഞത്. ഡൽഹിയിലും ബാംഗ്ലൂരിലും സ്ഥിര താമസക്കാരനായ തനിക്ക് ഡൽഹിയിലാണ് വോട്ടെന്ന് ഉല്ലാസ് പറയുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് വോട്ടർ പട്ടികയ്ക്ക് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ID കാർഡ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഉല്ലാസ് അല്പം മുമ്പ് അല്ലമീനോട് പറഞ്ഞിരിക്കുന്നത്.